ഇതൊക്കെ കേട്ട് തന്നെയാണ് ആസിഫിലോട്ട് വന്നത്. പക്ഷേ പാരമ്പര്യം ഉണ്ടാകാൻ പറഞ്ഞു. ഒരാൾക്ക് പാരമ്പര്യം ഉണ്ടാവും അല്ലേ? പാരമ്പര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? പാരമ്പര്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ അല്ലേ? നമ്മുടെ പൂർവികർ ചെയ്ത പുണ്യം കൊണ്ടാണ് പാരമ്പര്യം കിട്ടുക. അപ്പം എന്നെ ഒന്നും കൂടെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് സുജിത്ത്. കോട്ടയം ആർപ്പുക്കരയാണ് എൻ്റെ സ്വദേശം. കഴിഞ്ഞ 23 വർഷത്തിന് മുകളിലായിട്ട് കോട്ടയം ടൗണിൽ ഈ ഒരു മേഖലയിൽ, കാരണം കമ്പ്യൂട്ടർ മേഖലയിൽ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് രമാവാടം എന്ന വ്യക്തി. ആ വ്യക്തി ഇന്നിവിടെ വരും, നമുക്ക് കാണാം. അപ്പോൾ ആ വ്യക്തി വഴിയാണ് എനിക്ക് ആദ്യമായിട്ട് ആസിം എന്ന 3 അക്ഷരം കൂട്ടി വായിക്കാൻ എന്നെ പ്രാപ്തനാക്കിയത്. കാരണം ആദ്യമായിട്ട് ഞാൻ കേൾക്കുവാണ്. ഞാൻ ആ ആസിമിന്റെ ഷോപ്പിന് മുമ്പിൽ കൂടിയാണ് എന്നും പൊക്കോണ്ട് വന്നുകൊണ്ട്. ഇന്ന് വരെ ഞാൻ ആ 3 അക്ഷരം ഒരുമിച്ച് വായിച്ചിട്ടില്ല. ചിലപ്പോൾ 6 വായിച്ച് കാണാം. ആസിം എന്നുള്ള വാക്ക് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് രമാ മാഡം എന്ന് വ്യക്തിയാണ്. ആ വ്യക്തിയെ ഞാൻ ഒത്തിരി സ്നേഹത്തോടെ ഇന്ന് ഓർക്കുന്നു. ഒത്തിരി നന്ദി. താങ്ക് യു രമാ മാഡം. അപ്പോൾ നമുക്ക് നോക്കാം പ്രൊഫൈൽ. നമ്മുടെ ആസിം എന്ന പ്രസ്ഥാനത്തിന്റെ ചരിത്രം അല്ലെങ്കിൽ പാരമ്പര്യം എന്താ നോക്കാം. ആസിയം എന്ന പ്രസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ പേര് ആസിയം കൺസ്യൂമർ പ്രോഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. ഇതിന്റെ പേരന്റ് കമ്പനി ശരിക്കും പറഞ്ഞാൽ ബിൽവാര രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ ഹെഡ് ഓഫീസ്. ഇത് പേരന്റ് കമ്പനിയുടെ പേര് FSBL, അതായത് ഫാഷൻ ഷൂട്ടിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ 1977 മുതൽ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ടെക്സ്റ്റൈൽ ബിസിനസ് ചെയ്യുന്ന ഒരു ഭീമൻ കമ്പനി എന്ന് വേണം പറയാം. കാരണം അവിടെ പോയ എത്ര പേരുണ്ട്, നമ്മുടെ കമ്പനി പ്രസിഡന്റ് എത്ര പേരുണ്ട്? അപ്പൊ ഞാൻ പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയണ്ട. പക്ഷെ പുതിയ ആൾക്കാർ ഓരോരുത്തരും നോക്കേണ്ടത് ഈ ഒരു ദിവസം ആ കമ്പനി ഒന്ന് കാല് തൊട്ട് നോക്കാൻ, ഒന്ന് കണ്ണു തുറന്ന് കാണാൻ പറ്റിയാൽ അതൊരു ഭാഗ്യമാണ്. അതെനിക്ക് 2 തവണ പറ്റി. ഇനി 3ാമത്തെ തവണ പോകാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അതിന് ഭാഗ്യം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു ലോക അത്ഭുതം തന്നെയാണ്. ഇനി നമ്മുടെ ഞാൻ പറഞ്ഞു ടെക്സ്റ്റൈൽ ബിസിനസ്സിൽ ഇന്ത്യയിലെ ടോപ്പ് 10, അതായത് ടോപ്പ് 10 കമ്പനികൾ ഒരു മഹാ ജയിന്റാണ് നമ്മുടെ ഫാഷൻ ഷൂട്ടിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇദ്ദേഹം ആണ് ഈ ഒരു പ്രസ്ഥാനം. ഇന്നിവിടെ നമ്മൾ ഇത്രയും പേര് ഒരുമിച്ച് കൂടുന്നുണ്ടെങ്കിൽ അത് ഈ ഒരൊറ്റ വ്യക്തിയുടെ പേരാണ് തിലോക് ചന്ദ് ചാബ്ര, TCG. അദ്ദേഹത്തെ അറിയപ്പെടുന്ന എങ്ങനെയാണ്? സെക്കൻഡ് ഗാന്ധി എന്ന് മറ്റൊരാളെങ്കിലും അറിയപ്പെടുന്നുണ്ടോ ഇന്ന് ഇന്ത്യയിൽ? ഞാൻ പറഞ്ഞു, ഒരു പാരമ്പര്യം ഉണ്ടാകണമെങ്കിൽ അദ്ദേഹം ചെയ്ത പുണ്യപ്രവൃത്തി കൊണ്ടാണ് പാരമ്പര്യം ഉണ്ടാകുന്നത്. അദ്ദേഹം എന്താണ് ഇത് ഇന്ന് ഇവിടെ വരാനെന്ന വ്യക്തിയാണ് വിനോദ് സാറ്. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, പലപ്പോഴും പറയാറുണ്ട്. വിനോദ് സാറ് വർഷങ്ങൾക്ക് മുമ്പ് രാജസ്ഥാനിലൂടെ പോകുമ്പോഴത്തേക്കും ചെടികൾക്ക് ചുറ്റും ആസിയം എന്ന് എഴുതി വെച്ചിരുന്നു. കാരണം രാജസ്ഥാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പോകുന്ന വഴികളിൽ തൈകൾ വെച്ച് പിടിപ്പിച്ചിട്ട് അതിന് ചുറ്റും മരങ്ങൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊരു കമ്പി കെട്ടും അല്ലേ? നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. അവിടെ ആസിയം എഴുതി വെച്ചിരുന്നു. അദ്ദേഹം ആസിയം ഒന്ന് വായിച്ചു, പക്ഷെ ആസിയം എന്താണെന്ന് അദ്ദേഹം അന്ന് നോക്കിയില്ല. ആ വ്യക്തിയാണ് ഇന്ന് നമ്മുടെയൊക്കെ ഇവിടെ കൂടാൻ തയ്യാറായതും നമുക്കൊക്കെ നേതാവായിട്ട് നമ്മളെ നയിക്കുന്നതും ഇന്ത്യയെ മുഴുവൻ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് കൊണ്ടുവരുന്ന TC ചാബ്ര. അദ്ദേഹത്തെ പറ്റി നമുക്ക് അറിയാം. ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ദീപക് ബജാജ് സാർ, അതായത് ഡയറക്ട് മാർക്കറ്റിംഗിന്റെ ഒരു ഗുരു എന്ന് വേണം പറയാവുന്ന ദീപക് ബജാജ് സാറിന്റെ അദ്ദേഹത്തിന്റെ അനുഭവ കുറിപ്പുകളിൽ അദ്ദേഹം എഴുതിയൊരു ബുക്കിൽ അദ്ദേഹത്തെ സ്വാധീനിച്ച കുറച്ച് വ്യക്തികളുടെ പേര് മാത്രം എഴുതും. അദ്ദേഹത്തിന്റെ സ്വാധീനിച്ച ഒരു വ്യക്തിയാണ് നമ്മൾ ഇന്ന് പ്രദാനം ചെയ്യുന്ന ഈ ആസിയം എന്ന പ്രസ്ഥാനം നമുക്ക് തന്ന TC ചാബ്ര. നല്ലൊരു കൈയ്യടി അദ്ദേഹത്തിന് കൊടുക്കാം. FSBL എന്ന് പറഞ്ഞു 2000 FSBL എന്ന ടെക്സ്റ്റൈൽ കമ്പനി RCM എന്ന നന്മ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ 2000 ഓഗസ്റ്റിൽ അത് സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ആസിന്റെ ഫസ്റ്റ് ലോഗോ, ആദ്യത്തെ ലോഗോ ഇങ്ങനെയായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വന്നപ്പോൾ ലോഗമൊക്കെ മാറി. അപ്പോൾ തുടക്കത്തിൽ നമുക്ക് RCM ടൈംസ് ഇന്നത്തെ പോലെ ചെറിയ ലഘുലേഖകൾ വഴിയാണ്. അന്ന് ഇതുപോലെ മീറ്റിങ്ങുകളില്ല, മൊബൈലില്ല, ഒന്നുമില്ലാത്ത സമയത്ത് RCM ജനങ്ങളോട് എത്തിച്ചുകൊണ്ടിരുന്നത് പത്രങ്ങൾ വഴിയും നോട്ടീസ് വഴിയാണ്. അന്നത്തെ ഒരു ഷോപ്പിന്റെ രൂപം കാണുക. നമ്മുടെ ഇന്നത്തെ ഒരു വീട്ടിൽ നമ്മൾ ഓരോ വീട്ടിലും ഡിസ്പ്ലേ വാളുകൾ വെച്ചിട്ടുണ്ട്. ആ ഡിസ്പ്ലേ വാളിനേക്കാളും ചെറിയ ഷോപ്പിൽ നിന്ന് തുടങ്ങിയ ഒരു പ്രസ്ഥാനം. ഈ പ്രസ്ഥാനം ഇന്ന് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഇന്ത്യ ഗവൺമെന്റ് അപ്രൂവ് ചെയ്തേക്കുന്ന മേക്ക് ഇൻ ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ എന്ന മേഖലയിലെല്ലാം കൈകോർത്തുകൊണ്ട് ഇന്ത്യയിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി. ഈ ഒരു TC ചാബ്ര എന്ന വ്യക്തിയുടെ ആ ഒരു വിഷൻ, ആ വിഷൻ ഇന്ന് എവിടെ എത്തിയിരിക്കുന്നു? 1977 മുതൽ തുടങ്ങി 2000 RCMലെത്തി. ഇങ്ങനെ തുടക്കത്തിലെ നമ്മുടെ പ്രോഡക്റ്റ് നോക്കാം. വെറും ഷൂട്ടിങ്സ്. ഞാൻ ആലോചിക്കാറുണ്ട്, അന്നത്തെ കാലത്ത് എത്ര പേര് ഇന്ത്യയിൽ ഷൂട്ടിങ്സ് ഇടാറുണ്ട്? അന്ന് ഈ ബിസിനസ് ഏറ്റെടുത്ത് ഒരു വ്യക്തി എനിക്ക് തുടങ്ങിയെങ്കിൽ അവരെന്ത് കണ്ടിട്ടാണ് തുടങ്ങിയത് ഇന്നും എനിക്ക് ഉത്തരം കിട്ടാത്തൊരു കാര്യമാണ്. ഷൂട്ടിങ്സ് എന്ന് പറയുന്നത് ഇന്നും നമ്മുടെ ഇവിടെ പ്രചാരമായിട്ടില്ല. ആസ്തികളുള്ളവരാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അന്ന് ഷൂട്ടിങ്സിൽ തുടങ്ങിയ ഒരു പ്രസ്ഥാനം ഇന്നലെ ഞാൻ ഇതിന് പ്രൊഫൈൽ പറയണമെന്ന് പറഞ്ഞപ്പോൾ ചുമ്മാ എത്ര പ്രോഡക്റ്റ് നമ്മുടെ ഈ വന്നിട്ടുണ്ടെന്ന് നോക്കി.
നമ്മുടെ പ്രൈസസിന്റെ ലിസ്റ്റ് എടുക്കുമ്പോഴത്തേക്കും കാണാം 5800 മുകളിൽ പ്രോഡക്റ്റ്. ഇന്നോ നാളെയോ 6000 ആവും. ഇത് ആരെയും കൊണ്ടതിന് പറ്റുമോ? ഇനി ഇങ്ങനെ ഒരു കമ്പനി നമുക്ക് കിട്ടുമോ? നമ്മൾ കൈ പിടിച്ച് മുന്നേറുക. കാരണം ഈ പ്രസ്ഥാനത്തിന്റെ പോലെ ഒരു മാറ്റം, ഇത് ട്രാൻസ്ഫോർമേഷൻ നമ്മളെ കാണിച്ചു തരികയാണ്. നമ്മൾ മാറണം അല്ലേ? ഒരു ചെറിയ കടയിൽ നിന്ന് 2400 മേളിൽ 10,000 സ്ക്വയർ ഫീറ്റ് ഒക്കെയുള്ള വണ്ടർ വേൾഡുകളിലേക്ക് മാറ്റാൻ അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആർസിയിൽ സംഭവിച്ചെങ്കിൽ അതിന്റെ കൂടെ നിൽക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും അല്ലേ? ഇവിടെ കണ്ടോ, നമ്മുടെ ഒരു ക്രിമിനൽ മുഖമുള്ള ഒരു ക്രിമിനൽ അല്ലാത്ത മുഖമാക്കി മാറ്റി. അപ്പോൾ അതൊരു ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് അല്ലേ? ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കാണിച്ചു തന്നതാണ് നമ്മുടെ RCM. അപ്പം RCMന്റെ ഒരു വളർച്ച ജസ്റ്റ് പെട്ടെന്ന് നോക്കാം. 2000 പറഞ്ഞു ഒരൊറ്റ പ്രോഡക്റ്റ് തുടങ്ങിയതാണ്. ഇന്ന് നിൽക്കുന്നത് ഈ സ്ലൈഡ് സെപ്റ്റംബർ 2024. അപ്പോൾ എനിക്ക് തോന്നുന്നു സുജാൻ സാർ സ്ലൈഡ് ചേഞ്ച് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ചേഞ്ച് ചെയ്യേണ്ടി വന്നിരിക്കുന്ന ഫീൽഡ് അതായിരിക്കാം അല്ലെ? ഓരോ മീറ്റിംഗ് നടക്കുമ്പോഴും ചേഞ്ച് ചെയ്യേണ്ട ഒരു ഫീൽഡ് 5000 മുകളിൽ പ്രോഡക്റ്റ്. നാളെ അത് 6000 മേളിലാകും. നമുക്കൊന്ന് കൈയിടിക്കാം. കാരണം നമുക്ക് വേണ്ടി മാത്രം നമ്മുടെ വീട്ടിലേക്കുള്ള പ്രോഡക്റ്റുകൾ മാത്രം തരുന്നൊരു കമ്പനി. നമ്മുടെ കഠിനടി വെക്കേണ്ട ഒരു പ്രോഡക്റ്റ് പോലും ഏത് പ്രോഡക്റ്റ് മേടിച്ചാലും ഒന്നുകിൽ തിന്ന് തീർക്കും, അല്ലെങ്കിൽ തേച്ച് തീർക്കും, അല്ലെങ്കിൽ ഇട്ട് തീർക്കും അല്ലെ? അങ്ങനത്തെ പ്രോഡക്റ്റ് മാത്രമേ ഉള്ളൂ നമുക്ക്. അടുത്തത് ഒരു ഫാക്ടറിയിൽ തുടങ്ങി നമുക്ക് 120 മേളിൽ ഫാക്ടറി. കേരളത്തിലും ഉണ്ട് 2 ഫാക്ടറി. അപ്പൊ നമുക്ക് അഭിമാനിക്കാം. ഈ ചെറിയ കേരളത്തിൽ 2 ഫാക്ടറി ഇട്ട് പിന്നെ ഡിപ്പോ ഒരൊറ്റ ഡിപ്പോയിൽ തുടങ്ങിയിട്ട് 190 മേളിൽ ഡിപ്പോ ഇന്ത്യ ഒട്ടാകെ ഓരോ സംസ്ഥാനത്തും സ്വന്തം സ്ഥലം സ്വന്തം കെട്ടിടമുള്ള ഒരു കമ്പനി ഉണ്ടെങ്കിൽ അത് ലോകത്ത് എനിക്ക് തോന്നുന്നത് RCM മാത്രമേ ഉള്ളൂ. അപ്പൊ RCMന്റെ കൂടെ നിന്നാൽ നമുക്ക് എവിടെ എത്താമെന്ന് ആലോചിക്കുക. സ്റ്റേറ്റ് ഒരു സ്റ്റേറ്റിൽ തുടങ്ങി ഇന്ന് 28 സ്റ്റേറ്റേ ഇന്ത്യയിലുള്ളൂ. അതുകൊണ്ട് 28 സ്റ്റേറ്റിലുണ്ട്. അപ്പോ ഇനി വണ്ടർ വേൾഡുകൾക്ക്, അതായത് RCMന്റെ ഔട്ട്ലെറ്റുകൾ ഒരു ചെറിയ ഔട്ട്ലെറ്റ് നമ്മളിപ്പോൾ ഫോട്ടോയിൽ കണ്ടു. പക്ഷെ ഇന്നോ 15,000 മേളിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഔട്ട്ലെറ്റുകൾ ഓൾ ഇന്ത്യ. കഴിഞ്ഞ ദിവസം ഗിരീഷ് സാർ മീറ്റിംഗിൽ പറഞ്ഞു, ഈ തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ കാല് വെച്ച് അളന്നു നോക്കണം 3 കിലോമീറ്റർ കഴിഞ്ഞൊരു ഷോപ്പ് ഇടാൻ സ്ഥലമില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര വളർച്ചയാണിത്. ഇതിന്റെ വളർച്ചയുടെ കൂടെ നമ്മൾ ചുമ്മാ നിന്നാൽ മതി. അപ്പോ വണ്ടർ വേൾഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഏകദേശം 2400 സ്ക്വയർ ഫീറ്റിന് മേളിലുള്ള ഏകദേശം മാൾ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഷോപ്പ്. ഒരു മാള് ഒരൊറ്റ ബ്രാൻഡിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടെങ്കിൽ അത് RCM എന്ന പ്രസ്ഥാനം മാത്രമേ ഉള്ളൂ. ലോകത്തില് ഒരു മാള് മുഴുവൻ ഒരൊറ്റ ബ്രാൻഡിൽ കൊണ്ട് നടക്കണമെങ്കിൽ അത് RCM എന്ന 3 അക്ഷരത്തിലല്ല, മറ്റൊന്നിനും പറ്റില്ല. അതിന് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം. പിന്നീട് വന്നതാണ് ഡിസ്പ്ലേ വാൾ. ഈ ഡിസ്പ്ലേ വാള് ശരിക്കും TCGയെ പറ്റി ഞാൻ ഓർക്കാണ്ട് നമ്മുടെ മനസ്സ് വായിക്കുന്നുള്ളൂ അറിഞ്ഞുകൂടാ. ശരിക്കും ഞാൻ വന്ന സമയത്ത് എനിക്ക് പ്രോഡക്റ്റ് പലർന്ന് എടുത്തിട്ട് പലർക്കായിട്ട് കൊടുക്കേണ്ടി വരുമ്പോഴത്തേക്കും നമ്മൾ എഴുതി മേടിച്ചിട്ട് അവരുടെ ഐഡിയിൽ പോയിട്ട് ബില്ല് ചെയ്യിപ്പിച്ച് കൊടുക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. അന്ന് ചുമ്മാ മനസ്സിൽ ആലോചിച്ചു, ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ട് നമുക്ക് തന്നെ ബില്ല് ചെയ്യാൻ ഓപ്ഷൻ തന്നിരുന്നെങ്കിൽ. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു 2-3 ആഴ്ചക്കുള്ളിൽ ഡിസ്പ്ലേ വാങ്ങുള്ള കൺസെപ്റ്റ് കമ്പനി കൊണ്ടുവന്നു. അത് ആദ്യം ചാടി കയറി രജിസ്റ്റർ ചെയ്തത് ഞാനാണ്. അപ്പോൾ അതുകൊണ്ട് ഡിസ്പ്ലേ വാള് ഇത് ചെറുതല്ല, ഇത് വലുതാണ്. കാരണം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മൈക്രോ ഡെലിവറി സിസ്റ്റമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതാണ് RCMന്റെ ഡിസ്പ്ലേ വാൾ. ഇതിനു മുമ്പുണ്ടായിരുന്നത് നമ്മുടെ പോസ്റ്റ് ഓഫീസുകളാണ്. ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ആയിരുന്നു മൈക്രോ ഡെലിവറി സിസ്റ്റം. നമുക്കറിയാം, നമ്മൾ കൊറോണ പോലുള്ള മാരകമായ പ്രശ്നങ്ങൾ വരുമ്പോൾ പോലും ജനങ്ങളിലേക്ക് ഒരു പ്രോഡക്റ്റ് എത്തിക്കണമെങ്കിൽ മൈക്രോ ഡെലിവറി സിസ്റ്റമാണ് ലോകം മുഴുവൻ ഉപയോഗിക്കുന്നത്. അതിൽ ഇന്ത്യയിലെ നമ്പർ 1 ആയിരുന്നു പോസ്റ്റ് ഓഫീസ്, നമ്മുടെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ്. ഇന്ന് അത് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് RCMന്റെ ഡിസ്പ്ലേ വാളുകളോ 1.5 ലക്ഷത്തിന് മുകളിലോട്ട്. ഇനി അത് എങ്ങോട്ട് പോകും? അത് കോടികളിലോട്ട് പോകും. ഒരാൾക്ക് പോലും തോൽപ്പിക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ RCM വളർന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് അസോസിയേറ്റ് ഒരാൾ തുടങ്ങിയതാണ്. 1.1 ഐഡി കൊണ്ടുപോകും. ഇന്ന് ഞാൻ ഒരാളെ രജിസ്റ്റർ ചെയ്യുമ്പോൾ 4,30,00,000 മേളിലോട്ട് പോയി. എത്ര വർഷം കൊണ്ട്? വെറും 24 വർഷം കൊണ്ട് 4,35,00,000 ആൾക്കാരിലേക്ക് ഇത് എത്തിക്കണമെങ്കിൽ, അത്രയും കുടുംബങ്ങളിലോട്ട് എത്തിക്കണമെങ്കിൽ, അതൊരു പരസ്യവുമില്ലാതെ എത്തിക്കണമെങ്കിൽ അത് RCMന്റെ പാരമ്പര്യമാണ്, RCMന്റെ പ്രൊഫൈലാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും അഭിമാനിക്കാം, നമ്മൾ ആ 4 കോടിയിൽ ഒരാളാണ് നമ്മൾ വിട്ടിരിക്കുന്ന ഓരോരുത്തരും. നമുക്ക് വേണ്ടി തന്നെ നമുക്ക് നല്ലൊരു കൈ കൊടുക്കാം. ഇനി നമ്മുടെ കമ്പനി കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരു വീഡിയോ നമുക്ക് പ്ലേ ചെയ്യാം. കമ്പനി ഒന്ന് കണ്ടിട്ട് വരാം. തുണിവേദികള് ഒരറ്റത്ത് നോക്കിയാൽ മറ്റേ കാണാൻ പറ്റില്ല. നോക്കൂ, ഇന്ത്യ നിറയുന്നു. ആദ്യക്കാരെ കൊണ്ട് ഇന്ത്യ നിറയുന്നു. അതിലോകം കൊണ്ട് ഇന്ത്യ നിറയുന്നു. പ്രോഡക്റ്റുകൾ എണ്ണിയാ തീരാത്തത്രയും പ്രോഡക്റ്റുകൾ തീരുന്നു. അപ്പോ RCM ട്രാൻസ്ഫോമിംഗ് ലൈഫ്
വിത്ത് ദ പവർ ഓഫ് വാല്യൂസ്. അപ്പോൾ താങ്ക് യു ഓൾ. കമ്പനി പോയി കാണാം. നമുക്ക് കമ്പനിയെ പറ്റി ഇത്രയും നല്ലൊരു കമ്പനി നമുക്ക് ഇനി ആർക്കും കിട്ടില്ല. കിട്ടിയത് കൈവിടാതെ എല്ലാവരും സൂക്ഷിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ല വിജയങ്ങളുണ്ടാകട്ടെ. താങ്ക് യു.